വാർത്ത വരുന്നു. ചൂടാട്ട് അഴിമുഖത്ത് വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചതിൽ പ്രതിഷേധം. ഫിഷറീസ് ഓഫീസ് വളഞ്ഞാണ് പ്രതിഷേധം. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. അർജുൻ കല്യാടാണ് വിവരങ്ങളുമായി ചേരുന്നത്. അർജുൻ ഇപ്പോൾ സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അർജുൻ, വലിയ പ്രതിഷേധമാണല്ലോ ഉയരുന്നത്. എന്താണ് അവരുടെ പരാതി? വിനീത, തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ചൂട്ടാട് അഴിമുഖത്ത് കഴിഞ്ഞ 10 ദിവസത്തിനിടയിൽ തുടർച്ചയായി ഫൈബർ വള്ളങ്ങൾ മറിഞ്ഞ് അപകടമുണ്ടായ പശ്ചാത്തലമുണ്ട്. 3ഓളം മത്സ്യത്തൊഴിലാളികൾ മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡ്രഡ്ജിങ് നടക്കാത്തതും അശാസ്ത്രീയമായിട്ടുള്ള പുളിമുട്ടിൻ്റെ നിർമ്മാണവും ഒക്കെയാണ് പ്രധാനമായും ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. ഇന്ന് രാവിലെ പോലും ഒരു മത്സ്യത്തൊഴിലാളി അവിടെ നിന്നും മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വള്ളം മറിഞ്ഞാണ് മരിച്ചത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫിഷറീസ് ഓഫീസിന് മുന്നിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ വേണ്ടി കഴിയും. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ ഓഫീസിന് മുന്നിലേക്ക് എത്തുകയാണ്. ഓഫീസിൽ RDOയും അതുപോലെ തന്നെ DDയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ ഓഫീസിന് അകത്താണ് നിൽക്കുന്നത്. ഓഫീസർമാർ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഗേറ്റ് ഉൾപ്പെടെ ഉപരോധിച്ചുകൊണ്ട് അവരെ പുറത്തിറങ്ങാൻ വേണ്ടി അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായി ഇവരുൾപ്പെടെ പറയുന്ന ആവശ്യം. എന്താണ് നിങ്ങളുടെയൊക്കെ ആവശ്യം? എന്താണ് ആവശ്യം? ഇതിൻ്റെ ഒരു അറുതി വരുത്തണം, ഒരവസാനം ഉണ്ടാക്കണം. ഇത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. MLAയുടെയും മറ്റ് ഭരണാധികാരികളെയും വേണ്ടപ്പെട്ട അധികാരികളെയും അനാസ്ഥയാണ് ഇവിടെ കാണുന്നത്. വിനീത, നമുക്കിതിൻ്റെ എല്ലാ വശങ്ങളും, ഓഫീസിൻ്റെ എല്ലാ വശങ്ങളിലും ഇത്തരത്തിൽ പ്രവർത്തകന്മാർ ഉപരോധിക്കുന്നതാണ്. ഇതിന് 2 പ്രധാനപ്പെട്ട ഗേറ്റുകളാണ് പുറത്തേക്കുള്ളത്. ആ 2 ഗേറ്റിലും പ്രവർത്തകന്മാർ നിൽക്കുകയും പൂട്ടിയതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. RDOയും അതുപോലെ തന്നെ DDയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ ഓഫീസിനകത്താണ്. പോലീസ് ഇവിടെ ഉണ്ടെങ്കിലും നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഇവിടത്തേക്ക് എത്തിയത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം. രാവിലെ തന്നെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. ഇതിനൊരു ശാശ്വതമായ പരിഹാരമില്ലാതെ ഇവിടെ നിന്നും ഉദ്യോഗസ്ഥരെ മടങ്ങാൻ അനുവദിക്കില്ല എന്നുള്ളതായിരുന്നു ഈ മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞത്. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം? എന്താണ് നിങ്ങളുടെയൊക്കെ ആവശ്യം? എന്താണ് നിങ്ങളെ ഒരു പ്രധാനമായും നിങ്ങൾ ഉയർത്തുന്ന ആവശ്യം? എന്താണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുമായി മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികൾ സംസാരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. രാവിലെ തന്നെ ഒരു പ്രാഥമികമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കിയിരുന്നു. പക്ഷേ ഇപ്പോഴും ആ ചർച്ചയ്ക്ക് ഒരു പരിസമാപ്തി അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞില്ല. മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ 1-2 ദിവസത്തിനകം തന്നെ ഇതിനകത്തൊരു പരിഹാരം ഉണ്ടാവണം. കഴിഞ്ഞ 10-20 ദിവസമായി ഇതിനകത്ത് പരാതി നൽകുകയും ഇതിന് നടപടിക്ക് വേണ്ടി കാത്തു നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനമായി ഉയർത്തുന്ന ഇപ്പം മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളുമായി ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. RDOയും അതുപോലെ തന്നെ DDയും ഉൾപ്പെടെയുള്ളവർ ഈ മേഖലയിൽ നിൽക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. എത്രയോ മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ എല്ലാം തന്നെ ഇങ്ങനെ ഈ ഓഫീസിൻ്റെ 4 ഭാഗത്തും വളഞ്ഞു നിന്നുകൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ നിൽക്കുന്നത്. ഇതിന് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ മടങ്ങിയാൽ മതി എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അകത്തുണ്ട് എങ്കിൽ കൂടി അതിൻ്റെയൊക്കെ 10 മടങ്ങ് മത്സ്യത്തൊഴിലാളികളാണ് ഇവിടത്തേക്ക് എത്തിയത്. വളരെ ചുരുക്കം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തൊഴിലാളികളെ നിയന്ത്രിക്കുക പോലീസിന് അത്ര എളുപ്പമായിരിക്കില്ല. ഇപ്പോൾ എന്തായാലും ഈ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നപരിഹാരവും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ പുറമേ ഇവരെല്ലാരും നമ്മളെ ഓടത്തിൽ കയറ്റിപ്പോ നമ്മളെ ഓടത്തിൽ ഇവരെല്ലാരും കയറ്റി അവിടെ കമിക്കാലേ അവിടെ കമിക്കാം എല്ലാരും കയറ്റി കമിക്കാനാണ് കൊണ്ടുപോയി. ഇപ്പൊ ചർച്ച നടത്തി പരിഹരിക്കാന്നാണ് ചർച്ച. എന്നല്ല നമുക്ക് പോകാൻ വേണ്ടിക്ക് പയ്യാപ്പ വേണ്ടി ഇത് കൂത്തിക്ക് പിടിച്ചിട്ട് കുറെ ആള് ഇതിന്റെ ഉള്ളിലാക്കിട്ട് പോപ്പാ. അല്ല, അതാണ് ചോദിക്കുന്നത്. ഇതിന് ഇവരെന്താ പറയുന്നത്? ഉദ്യോഗസ്ഥരെന്താ പറയുന്നത്? ഓരോ പറയണ്ടേ, നല്ല ചർച്ച കയ്യില് ഇങ്ങാടി ഇരിക്കുന്നാളില്ലേ. ഇനി എന്തെങ്കിലും ഇത് തീരുമാനിക്കില്ലേ വിടില്ല, ഒറ്റൊന്നിനെ വിടില്ല. ഉദ്യോഗസ്ഥന്മാർ പുറത്തേക്ക് പോകില്ല. അങ്ങക്ക് പാർട്ടി നടക്കാൻ ഒരാഴ്ച വരെ അങ്ങക്ക് പാർട്ടി നടക്കാം. തിന്നാണ്ട് വെള്ളം കുടിക്കാണ്ട് അങ്ങ് ഒരു പൊറോട്ടക്ക് സാലടിക്കുന്നവരാണ് ഞങ്ങൾ. ഇങ്ങനെ നല്ല നെയ്ച്ചോറ് AC കാറിന് നല്ല ഇന്റർനാഷണൽ വണ്ടിയെല്ലാം അടിച്ചിട്ട് രോക്ഷാകുലമായ പ്രശ്നം ഇല്ലെങ്കിൽ ഞങ്ങൾ വിടുകയും ചെയ്യില്ല. എന്താ നിങ്ങളെന്താ പറയുന്നത്? എന്താ നിങ്ങളുടെ ആവശ്യം? എന്താ പ്രധാനമായിട്ടുള്ളത്?
ആവശ്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കുറെ കൊല്ലായി പറയാൻ തുടങ്ങിയിട്ട്. അതായത് തുടർച്ചയായ രീതിയിൽ വള്ളം മറിയുകയും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഈ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവരിങ്ങനെ ഈ പ്രതിഷേധവുമായി എത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളും ഒക്കെയായി ഇപ്പോൾ സംസാരിക്കുകയാണ്. ജില്ലാ കളക്ടറോട് ഉൾപ്പെടെ ഇതിനകത്ത് വളരെ അടിയന്തരമായി, അതായത് തുടർച്ചയായ രീതിയിൽ വള്ളം മറിഞ്ഞുകൊണ്ടുള്ള അപകടമുണ്ടാവുന്നുണ്ട്. ഇന്നും ഒരാൾ മരിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ള ബോട്ട് അപകടത്തിൻ്റെ ഭാഗമായി ഒരാൾ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും കൂടി ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവർ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഈ ഓഫീസിനകത്ത് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിനിധികളും പഞ്ചായത്ത് അംഗങ്ങളും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു തീരുമാനമാവുന്നില്ല എങ്കിൽ, അതായത് ഇതിനകത്ത് ഇന്നോ നാളെയോ ഉടനടി തന്നെ ഡ്രഡ്ജിങ് തീരുമാനമാവുന്നില്ല എങ്കിൽ അത്തരത്തിൽ, അതായത് അതേ അർത്ഥത്തിൽ തന്നെയുള്ള ഒരു പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗമായി നിൽക്കുന്ന അവരുടെ പ്രതിനിധികൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്ന അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. രാവിലെ ഈ ഓഫീസിലേക്ക് എത്തിയ മത്സ്യത്തൊഴിലാളികളാണ്. അവരിപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കലക്ടറോ ബന്ധപ്പെട്ട മറ്റ് അധികാരികളോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും തീർച്ചയായിട്ടും വിനീത, നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാനും വേണ്ടി കഴിയും. അതായത് ഈ ഓഫീസിൻ്റെ 4 ഭാഗത്തും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തമ്പടിച്ച് നിൽക്കുകയാണ്. ഇവർ ആദ്യഘട്ടത്തിൽ ഇവിടത്തേക്ക് എത്തിയ രാവിലെ ഇവർ ഈ പ്രതിഷേധവുമായി ഓഫീസിലേക്ക് എത്തിയപ്പോൾ RDOയും അതുപോലെ തന്നെ DDയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ ഓഫീസിലേക്ക് എത്തി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇവർ കടന്നു വന്നതിന് ശേഷം RDOയുടെ വാഹനവും മറ്റ് RDOയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ ഏതായാലും ഫിഷറീസ് ഓഫീസിന്റെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ തടിച്ചുകൂടി നിൽക്കുന്നത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ള അവരുടെ ആവശ്യം തന്നെയാണ്, അല്ലേ അർജുൻ? തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ശാശ്വതമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാവണമെന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനകത്തൊരു പരിഹാരമില്ല എങ്കിൽ ഞങ്ങൾ പിരിഞ്ഞു പോവില്ല എന്നുള്ള നിലപാടാണ് മത്സ്യത്തൊഴിലാളികൾ ചെയ്യുന്നത്. സാർ, ഒരിക്കലും ഇവിടുന്ന് പോവില്ല. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നടന്ന് നമ്മൾ ഇവിടുന്ന് കീഴിൽ പോകും, അല്ലാതെ നമ്മൾ ഒരിക്കലും ഇവിടുന്ന് കീഴിൽ പോവില്ല. കാര്യം വെച്ചാൽ ഒരു ഫൈബർ കടലിലേക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് എഞ്ചിൻ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ ചെയ്യേണ്ടത് ഇത് പിടുത്തം കിട്ടില്ല. കാരണം വരുന്നവരുന്ന് പുര പോലത്തെ കടലാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുകിൽ കല്ലിലേക്ക് പായും, ഫൈബർ ഒന്നുകിൽ കല്ലിലേക്ക് പായും. രാവിലെ ഉമ്മാനോട് സലാം ചൊല്ലിയിട്ട് പോകുന്നത് നമുക്ക് വീട്ടിലെത്തുമെന്ന് അറിയില്ല. ഇപ്പൊ ഈ ഒരു വർഷം കൊണ്ട് എത്ര മരണം അവിടെ സംഭവിച്ചത്? ഇത് എന്റെ ഇക്കാക്കാൻ പറയുന്നത്. ഇവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചർച്ച നടത്താന്നുള്ളതാണ് ആർബന്റെ അവസ്ഥ തന്നെ. ചർച്ച നടത്തിയിട്ടുണ്ട്. വിജയിക്കുന്നുണ്ടെങ്കിൽ വിജയിപ്പിക്കണമല്ലോ. അതിനല്ലേ നിങ്ങളല്ലേ മീഡിയകളല്ലോ. ചർച്ച നടത്തുന്നതിനെ കൊണ്ട് കാര്യമില്ല, അത് പ്രാബല്യത്തിൽ വരുത്താൻ കഴിയണം ഇവർക്ക്. അല്ലെങ്കിൽ ചർച്ച പോലീസുകാരെ നിർത്തിന് 10 പോലീസുകാർ ആവശ്യം എന്താ? അതായത് ഈ പുളിമുട്ടിന്റെ പ്രശ്നങ്ങളും ഡ്രഡ്ജിങ് കാര്യം ഇപ്പൊ ചെയ്യണം. ഡ്രഡ്ജിങ് ചെയ്യണോ? പുളിമുട്ട് എന്ന് പറഞ്ഞാൽ അത് ഇട്ട തന്നെ മിസ്റ്റേക്കാണ്. ഇവരോട് ആ എഞ്ചിനീയർ ഇതുവരെക്കും ഇല്ല. ഈ 10 ദിവസത്തിനുള്ളിൽ 5ഓളം പേരാണ് മരണപ്പെട്ട്. 5 ഇനിയിപ്പോ കുറെ രക്ഷപ്പെട്ട്. ഇന്ന് തന്നെ ഇത് കഴിഞ്ഞ പാട് ഒരു 5 മിനിറ്റിന് ശേഷം ബാക്കി. ഇത് രാവിലെ വരെ ഞാനിതായി എന്റെ ഈ പെയിന്റ് ഊരിയിട്ട് ഷോർട്സ് ഇട്ടിട്ട് ഒരുത്തനെയാണ് കമ്പിയും കൊണ്ട് പോയി. എന്തിന് നമ്മളെ ചോരയാണ്. ഇവരാരും വരൂല, ഈ എഞ്ചിനീയറോ കുടുംബക്കാരോ ആരും വരൂല. നമ്മളെ ചോരകളെ ഡ്രൈവറിന് ലൈസൻസ് ഇല്ല. ഇതെല്ലാം നോക്കാൻ കറക്റ്റ് ആയിട്ട് വരും. ചെറിയ മാറ്റി കുറിച്ച 2 ലക്ഷം രൂപ ഫൈൻ അടക്ക്. നമ്മളെ അവസ്ഥ ആരും കാണുന്നില്ല. അതായത് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത്. ഇതിപ്പോൾ ഓഫീസിന് അകത്ത് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കാണാൻ വേണ്ടി കഴിയും. ഇവരുൾപ്പെടെ ഏകദേശം പോലീസ് ഉദ്യോഗസ്ഥർ ഒരു 20ഓളം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഈ സ്ഥലത്തുള്ളൂ. അതിലും അധികം, അതായത് ഏകദേശം 100-300 അധികം മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലയിലാകെ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. അത്രയധികം മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് ഇതിനകത്തൊരു തീരുമാനമാവാതെ ഇവിടെ നിന്നും മടങ്ങിപ്പോവില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. തീരുമാനമാവുന്നില്ല എന്നുള്ളതാണ് ഇവർ
പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ 4 ഭാഗത്തും വിനീത നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ഇതാണ് ഓഫീസ്. ആ ഓഫീസിൻ്റെ 4 ഭാഗത്തും, അതായത് ഇതിൻ്റെ മുൻവശത്തും പുറകിലും അതുപോലെ തന്നെ 2 വശങ്ങളിലുമൊക്കെ മത്സ്യത്തൊഴിലാളികൾ വളഞ്ഞിരിക്കുകയാണ്. അവർ ഒരു വശത്തുകൂടിയും ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. ഇതിൻ്റെ ഒരു ഭാഗത്ത് ഉൾപ്പെടെ, അതായത് ചർച്ച നടക്കുന്ന മുറിക്ക് പുറത്ത് പോലും വലിയ ആൾക്കൂട്ടവും മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ കൂട്ടവുമൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും. കൂടുതൽ പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, ഇന്നിപ്പോൾ മരണപ്പെട്ടിട്ടുള്ള മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന ആസാം സ്വദേശിയാണ്. അലി എന്നുള്ള മത്സ്യത്തൊഴിലാളിയാണ് ഇന്ന് രാവിലെയുള്ള ഈ ബോട്ട് അപകടത്തിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ ഇത്തരമൊരു പ്രതിഷേധവുമായി ഇവിടത്തേക്ക് ഫിഷറീസ് ഓഫീസിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇതേ ഫിഷറീസ് ഓഫീസിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധം ഉയർത്തിയിരുന്നു. അന്ന് ചർച്ച നടത്തിയ ഘട്ടത്തിൽ ഇവരൊക്കെ സൂചിപ്പിച്ചിരുന്നത് വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇവരൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനുശേഷവും പരിഹാരമായിട്ടില്ല എന്നതാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത്. അതെന്തായാലും തുടർച്ചയായ രീതിയിൽ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം എന്ന് തന്നെയാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് പ്രതിഷേധമായിട്ട് തന്നെ പോകാൻ? അതെ പ്രതിഷേധമായിട്ട് തന്നെ പോകുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ശക്തമായ ജനങ്ങളിങ്ങനെ മരിച്ചമ്മൻ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പം പരാതി നൽകിയിട്ടും പരാതി പറഞ്ഞിട്ടും ഒന്നും ഒരു ഇടപെടലില്ല. ഇല്ല. ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പം നിങ്ങളുടെയൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ഹാർബർ ക്ലിയറാക്കി തരണം. ഒന്നുകിൽ ജനിക്ക് ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതാ ഈ പറയുന്ന ശക്തമായ രീതിയിൽ കാറ്റും അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് വലിയ രീതിയിലുള്ള ബഹളം ഉയരുന്നുണ്ട്. മറുവശത്ത് വലിയ രീതിയിലുള്ളൊരു മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരോട് കയർക്കുന്നത് ഉൾപ്പെടെയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി. ഉദ്യോഗസ്ഥരോട് കയർക്കുന്നത് നമുക്ക് കാണാം. അതിനകത്തൊന്നും അല്ലെങ്കിൽ ആ ചർച്ചയിലൊന്നും തന്നെ വഴങ്ങാൻ രണ്ടിലൊന്ന് തീരുമാനമില്ല. ഉദ്യോഗസ്ഥരെന്താ ഇപ്പൊ എന്താ പറയുന്നത്? പുറത്തിറങ്ങാൻ പാടില്ല. ചർച്ച നടക്കുന്നു, തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തു നിന്നുള്ള നമ്മളോടൊപ്പം ശ്രീ വിജയൻ MLA ചേരുകയാണ്. ശ്രീ വിജയൻ, താങ്കൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ഫിഷറീസ് ഓഫീസ് എം വിജിൻ MLA നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ വിജിൻ, അവിടെ മത്സ്യത്തൊഴിലാളിയുടെ മരണത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഫിഷറീസ് ഓഫീസിന് ചുറ്റും ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും മത്സ്യത്തൊഴിലാളികൾ തമ്പടിച്ചു നിന്നുകൊണ്ട് വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു പരിഹാരം എന്നതാണ്. അവർ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നെന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്ന അവസ്ഥയാണുള്ളത്. ഇവിടെ മരണം ദൗർഭാഗ്യകരമാണ്. പക്ഷേ മണൽത്തിട്ട രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ ആവശ്യം ഉന്നയിച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായി ചേർന്നുകൊണ്ട് ചർച്ചകൾ നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കെംറ്റൽ എന്ന് പറയുന്ന ഏജൻസിയെ മണൽ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കുകയും അടിയന്തര പ്രാധാന്യത്തോട് നിയമിക്കുകയും നടപടിക്രമത്തിന്റെ ഭാഗമായി ഇപ്പോൾ ടെൻഡറിലാണ്. ഇപ്പോൾ ടെൻഡർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 3 ദിവസങ്ങൾ കൊണ്ട് ടെൻഡർ ഓപ്പൺ ചെയ്യാൻ പറ്റും. ടെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായി ഡ്രഡ്ജ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കൃത്യമായി അവിടെ ഡ്രഡ്ജ് നടത്തി മണൽ ഉൾപ്പെടെ, നേരത്തെ നമുക്കറിയാം ഈ പ്രദേശങ്ങളിലൊന്നും മണൽ നിക്ഷേപിക്കാൻ പറ്റാത്തത് കൊണ്ട് കടൽ തീരത്തോടല്ലാത്ത പ്രദേശത്ത് MLA എന്നിൽ തന്നെ ഇടപെട്ടിട്ടാണ് ആ മണൽ ചെറുതാഴം പഞ്ചായത്തിൽ നിക്ഷേപിക്കുന്ന നിലയുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നടപടിക്രമത്തിന്റെ ഭാഗമാണ്. മാധ്യമപ്രവർത്തകരെന്നിൽ നിങ്ങൾക്കുൾപ്പെടെ അറിയാം, നടപടിക്രമം പാലിക്കാതെ നമുക്ക് ഡ്രഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു പ്രശ്നം അവിടെയുണ്ട്. ഡ്രഡ്ജ് ടെൻഡറിലാണ്, ഓൾറെഡി ടെൻഡറിലാണ്. ഡിസാസ്റ്റർ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി അടിയന്തര പ്രാധാന്യത്തോടു കൂടി കാര്യങ്ങൾ നിർവഹിച്ചത്. അതോടൊപ്പം മത്സ്യത്തൊഴിലാളികൾ നേരത്തെ തന്നെ പറഞ്ഞ് ശാശ്വതമായ പരിഹാരം വേണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽപ്പെടുത്തി 28 കോടിയുടെ പദ്ധതി, പുലിമുട്ട് പദ്ധതി അവിടെ ഇപ്പോൾ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തോടുകൂടി അതിൽ ചില കേൾക്കൂ ഞാൻ പറയട്ടെ. അവിടെ ചില രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പുലിമുട്ട് വേണമെന്നത് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമായിരുന്നു. അപ്പോൾ പുലിമുട്ട് വേണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഉയർന്നപ്പോൾ തന്നെ പൂനെയിൽ നിന്നുൾപ്പെടെ വിദഗ്ധമായ സംഘം
വന്ന് പഠനം നടത്തിയിട്ടാണ് കേരളത്തിലെ എല്ലാ പുലിമുട്ട് നിർമ്മാണം എന്ന പോലെ തന്നെയാണ് നടപടിക്രമം പൂർത്തീകരിച്ച് അവിടെ പുലിമുട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില രാഷ്ട്രീയമായ താല്പര്യങ്ങൾ കൂടി തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന ഒരു ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് എന്നതുകൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ പ്രതിഷേധത്തെ എങ്ങനെയാണ് രാഷ്ട്രീയം എന്ന് പറയാൻ കഴിയുക? അവർ അവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമല്ലേ? ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര കേൾക്കുന്നു. ഒരു മിനിറ്റ് താങ്കൾ പറയുന്നത് പൂർണ്ണമായും കേൾക്കും. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ കൂടി ഉയർത്തണ്ടേ? ആ വിഷയം എങ്ങനെ രാഷ്ട്രീയം എന്ന് മാത്രം പറഞ്ഞ് നമുക്ക് പോകാൻ കഴിയും? അല്ല, ഞാൻ ആ വിഷയം മൊത്തം രാഷ്ട്രീയമൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾ കേൾക്കുന്ന മാധ്യമപ്രവർത്തകരെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എൻ്റെ കുറ്റമല്ല. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നടപടിക്രമം പാലിക്കാതെ, നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പറയൂ, നടപടിക്രമം ഒന്നും പാലിക്കാതെ ഡ്രഡ്ജ് ചെയ്യണം പറ്റുമോ? ടെൻഡറിലാണ്. ജില്ലാ കളക്ടർ എന്ന രീതിയിൽ MLA എന്ന രീതിയിൽ നേരിട്ട് തന്നെ ഇടപെട്ടുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞ് അതിന്റെ ടെൻഡർ ഉൾപ്പെടെ ഓപ്പൺ ചെയ്താൽ മാത്രമേ കരാറുകാരന് ഇത് ഡ്രഡ്ജ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പറ്റൂ. ആ നിയമപരമായ പരിമിതി കൂടി കാണണ്ടേ? ഒരു ജനപ്രതി എന്ന രീതിയിൽ നിയമത്തെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ നടപടികൾ പൂർത്തിയാക്കുന്നില്ല എന്നതല്ല പ്രശ്നം. ഇപ്പോൾ നമുക്ക് ഇത്ര വലിയ പ്രതിഷേധം അവിടെ ഉയരുമ്പോൾ എന്താണ് അതിൽ പെട്ടെന്ന് ചെയ്യാൻ കഴിയുക എന്നതാണ് അവരുടെ ചോദ്യം. അല്ല, അവിടെ ടെൻഡർ നടപടിയിലാണ്. ടെൻഡർ ഓപ്പൺ 2-3 ദിവസം കൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രഡ്ജിങ് ആരംഭിക്കാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഡ്രഡ്ജിങ് ആരംഭിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നിടയിലാണ് ഈ പ്രശ്നം അവിടെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞത് കുറച്ച് ദിവസങ്ങളായി അവിടെ ഉയർന്നു വരുന്ന ചില രാഷ്ട്രീയ ചർച്ചകളുടെ കൂടി ഭാഗമാണ്. ഞാൻ മരണത്തെയെല്ലാം ദൗർഭാഗ്യമായി കാണുകയാണ്. മരണത്തിലൊന്നും രാഷ്ട്രീയം കലർത്താനും ഞാൻ തയ്യാറല്ല. പക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിന് എല്ലാ ഘട്ടങ്ങളും പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരുപാട് ഇടപെടലുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പുലിമുട്ട്, ഫിഷ് ലാൻഡിംഗ് സെന്റർ, അവിടെ കടൽ ഭിത്തി വേണം. 16 കോടിയുടെ കടൽ ഭിത്തി നടക്കുന്നു, 28 കോടി രൂപയുടെ പുലിമുട്ട് നിർമ്മാണം നടക്കുന്നു, 5 കോടിയുടെ ഫിഷ് ലാൻഡിംഗ് സെന്റർ നടപടികൾ നടക്കുന്നു. പക്ഷേ ഡ്രഡ്ജിങ്ങിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത് മാത്രമേ. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഡ്രഡ്ജിംഗ് പൂർണ്ണമായി ആരംഭിക്കാനുള്ള തീരുമാനം അവിടെ കൈക്കൊണ്ട് കഴിഞ്ഞു. പക്ഷെ നിയമപരമായ കാര്യങ്ങളെ ഒരു MLA എന്ന നിലയിൽ മടികടക്കുന്നതിൽ ചില പ്രതിസന്ധികളുണ്ട്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ താങ്കളുടെ ഭാഗം കൂടി എന്താണ് എന്ന് കേൾക്കാൻ തീരുമാനിച്ചത്. ഒരു നിമിഷം തുടരണം ശ്രീ M. വിജിൻ, ഒരു നിമിഷം തുടരണം. ആ സ്ഥലത്ത് ഇപ്പോൾ അർജുൻ കല്യാട് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അർജുൻ, MLA പറയുന്നത് നമ്മൾ കേട്ടല്ലോ. അവിടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പെട്ടെന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് ശ്രീ വിജിൻ MLA പറയുന്നത്. അതിൽ എന്താണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ വാദം? ഈ നടപടികളൊക്കെ പൂർത്തിയാക്കേണ്ടേ? അതിൽ പഠനങ്ങളൊക്കെ നടത്തി ശാസ്ത്രീയമായി തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് MLA പറയുമ്പോൾ അവർക്കത് കൺവിൻസിംഗ് ആണോ? അതായത് വിനീത, അതായത് ഈ പറയുന്ന ഭാഗത്ത് പുലിമുട്ടിന്റെ പ്രവൃത്തി ആരംഭിച്ചതാണ്. വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായ സർക്കാരിന്റെ സഹായം കൊണ്ട് തന്നെയാണ് ഈ പുലിമുട്ട് ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ പുലിമുട്ടിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം, ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തി എന്നുള്ളത് സർക്കാരിന്റെ സംവിധാനങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ കൂടി അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കാരണമാണ് ഇങ്ങനെ